നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് DCC പ്രസിഡന്റ് VS ജോയ് മീഡിയ വണ്ണിനോട്. സ്ഥാനാർത്ഥി ആരാണെങ്കിലും പിന്തുണയ്ക്കുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അൻവറിന്റെ മുന്നണി പ്രവേശനം UDF ഉന്നത നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. കോൺഗ്രസിൽ നിന്ന് CPM-ന് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ പോകുന്നില്ലെന്നും VS ജോയ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള വലിയൊരു വിധിയെഴുത്ത് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF-ന് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ. സ്ഥാനാർത്ഥി ഇല്ല CPM-ന് എന്നതാണ് ഏറ്റവും വലിയ അവർ നേരിടുന്ന പ്രശ്നം. ഏതായാലും കോൺഗ്രസിൽ നിന്ന് അവർക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഞങ്ങളൊരു മനസ്സോടുകൂടി പ്രവർത്തിക്കും. അദ്ദേഹം രാജിവെച്ച സമയത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഒരു റിക്വസ്റ്റ് എന്ന രൂപത്തിൽ പറഞ്ഞത്. പിന്നെ അദ്ദേഹം തന്നെ ആ പ്രസ്താവന തിരുത്തുന്ന സാഹചര്യമുണ്ട്. UDF-ന്റെ ഏത് സ്ഥാനാർത്ഥി UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കും, അവരുടെ പ്രചരണത്തിനായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ PV അൻവറുമായുള്ള അനിൽകുമാറിന്റെ കൂടിക്കാഴ്ചയിൽ VS ജോയിയാണ് മണ്ഡലത്തിലെ മികച്ച സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനാണ് വിജയ സാധ്യതയുള്ളത് എന്ന് അൻവർ അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ VS ജോയ് എന്താണ് പ്രതികരിക്കുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഏറ്റവും ഒരു പ്രശ്നമായി അല്ലെങ്കിൽ നിൽക്കുന്നത് UDF-നെ പിന്തുണയ്ക്കുന്ന PV അൻവറിന്റെ നിലപാടാണ്. PV അൻവർ തുടക്കത്തിൽ തന്നെ രാജിവെക്കുമ്പോൾ, അയാൾ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ തന്നെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് VS ജോയിക്കാണ് തന്നെ പിന്തുണ എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചകൾക്കിടെ അദ്ദേഹം പിന്നീട് ആ പ്രസ്താവന പിൻവലിച്ചെങ്കിലും പിന്നീടും VS ജോയിയെ ആണ് അയാൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം AP അനിൽകുമാറുമായി നടത്തിയ കോൺഗ്രസ് നേതാവുമായി നടത്തിയ ചർച്ചയിലും അദ്ദേഹം VS ജോയി ആണ് മലയോര മേഖലയിൽ സ്ഥാനാർത്ഥി എന്നതിൽ ഏറ്റവും മികച്ച, അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യം ഒരു വശത്ത് ഉന്നയിച്ചിരുന്നു. ഈ സമ്മർദ്ദം തുടരുന്ന ഘട്ടത്തിലാണ് VS ജോയി പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം PV അൻവർ ആദ്യം തന്റെ പേര് പറഞ്ഞിരുന്നു, അത് അദ്ദേഹം തിരുത്തുക തന്നെ ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് PV അൻവർ ഉള്ളത്. അതുകൊണ്ട് അതിൽ ആശയക്കുഴപ്പത്തിന് വകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം PV അൻവറിന്റെ നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ സമയത്ത് വളരെ നിർണായകമാണ്. ഒരു വശത്ത് പിന്തുണ വേണം, രണ്ടാമത്തെ കാര്യം PV അൻവർ ഇത്തരത്തിലൊരു നിലപാട് പറയുന്നതിലുള്ള ഒരു അതിർത്തി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കാരണം കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, ആഭ്യന്തര കാര്യമാണ്. മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പരസ്യമായ അഭിപ്രായ പ്രകടനം പറയുന്നതിനുള്ള അതിർത്തി ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അങ്ങനെ ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ ഈ ആര്യാടൻ ഷൗക്കത്തിൽ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹം CPM-ലേക്ക് പോകുമെന്നുള്ള ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനുകൂടി അദ്ദേഹം VS ജോയി മറുപടി പറയുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് ആരെയും CPM-ലേക്ക് കിട്ടില്ല, CPM-ന് സ്ഥാനാർത്ഥിയാകാൻ കിട്ടില്ല, അങ്ങനെ അതിനു വേണ്ടിയിട്ട് CPM നടക്കേണ്ടതില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ 25,000 വലിയൊരു ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി VS ജോയി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചർച്ചകളാണ് ശരിക്കും നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത്. അതിനനുസരിച്ചാണ് ശരിക്കും CPM-ൻ്റെ കൂടി ചർച്ചകൾ വരിക. കാരണം അതിലേതെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ആരെങ്കിലും സീറ്റ് ലഭിക്കാതെ പാർട്ടി പുറത്തു വരികയാണെങ്കിൽ CPM ഒരു പക്ഷേ അതിനെ പരിഗണിക്കാനുള്ള ഒരു ആലോചനയും ശരിക്കും CPM നടത്തും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം വരെ ഉയരുന്ന പ്രധാനപ്പെട്ട ചർച്ച. എന്തായാലും VS ജോയി ആര്യാടൻ ഷൗക്കത്ത് എന്ന രണ്ട് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബലാബലം മാറി നിൽക്കുന്ന ആർക്കാണ് അവസാനം നറുക്ക് വീഴുക എന്നതാണ് ഇനി അറിയേണ്ടത്. അസ്ലം, ഒരു കാര്യം കൂടി, ഈ PV അൻവർ നിലമ്പൂരിലെ ഒരു നിർണായക ഘടകമാണ്. കോൺഗ്രസിന് പിന്തുണ നൽകുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതേസമയം തന്നെ അൻവറിനപ്പുറത്തേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകും. അതായത് VS ജോയി വേണമെന്നൊരു ആവശ്യം അൻവർ നേരത്തെ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അതിനോടൊരു എതിർ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ വിഷയത്തോട് VS ജോയി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അൻവറിന്റെ പിന്തുണ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ കോൺഗ്രസിനകത്ത് വലിയൊരു തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതും കോൺഗ്രസ് നേരിടുന്നൊരു പ്രശ്നമാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പിതാവ് 8 വർഷം പ്രതിനിധീകരിച്ച ഒരു മണ്ഡലം അദ്ദേഹത്തിന് തന്നെ ഇത്തവണ വേണമെന്ന് ഒരു വശത്ത് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പക്ഷേ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം മാത്രമല്ല മറ്റ് ചില DCC ഭാരവാഹികൾക്കൊപ്പം പാർട്ടി വിടുമെന്നുള്ള പിന്നെ ചില സൂചനകൾ പാർട്ടി കേന്ദ്രങ്ങൾക്ക് നൽകുന്നു. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കണം. പ്രത്യേകിച്ച് VS ജോയി ഒരു ചെറുപ്പക്കാരനായ ഒരാളാണ്, DCC പ്രസിഡന്റാണ്, നിലവിൽ പദവിയുള്ള ആളാണ്. ഇനിയും അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സീറ്റുകൾ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മുതിർന്ന നേതാവ് നിലയിൽ പരിഗണിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഒരു വശത്തുണ്ട്. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ നിലപാട് മാത്രം എടുത്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ വിജയിക്കുക എന്ന് പറയുന്നത്, കാരണം അൻവർ കൂടി നിലമ്പൂർ വന്നതിന് ശേഷം അതും വെറും വിജയം പോരാ, ഒരു
10,000 വോട്ടിന് മുകളിലുള്ള ഒരു വിജയം UDF നേടിയാൽ മാത്രമേ UDF രാഷ്ട്രീയ വിജയമായി അതിനെ പരിഗണിക്കാനും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമായി അതിനെ പരിഗണിക്കാനോ ഉയർത്തിക്കാട്ടാനോ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 10,000-ഓളം വോട്ട് ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ആരാണ്, അതിൽ ആര്യാടൻ ഷൗക്കത്ത് എത്രത്തോളം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നിഷേധിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് എത്രത്തോളം ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കും എന്നീ ഘടകങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ, മാത്രമല്ല വിവിധ സംഘടനകൾ അതുപോലെ തന്നെ വിവിധ വ്യക്തികളൊക്കെ തന്നെ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ആരായൽ ആണ് ശരിക്കും കോൺഗ്രസ് നേതാക്കൾ UDF നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ് പറയുന്ന കാര്യം, എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അന്ന് തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിലിറങ്ങാൻ ഞങ്ങൾ റെഡിയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് പല പേരുകളും വരും. ഈ 2 പേരുകൾക്കുള്ള മുൻതൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയി നിൽക്കും. പക്ഷേ ആ ദിവസം 22-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി തിങ്കൾ ചൊവ്വാഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ശരിക്കും രാഷ്ട്രീയ പാർട്ടി കേന്ദ്രങ്ങൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.